എനിക്കിവിടെ കളയാൻ വേണ്ടി 1 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ ആദ്യത്തെ കാര്യം, ആദ്യം ഇവിടെ നിന്ന് പോയിട്ടൊരു ഫുഡ് വേഗം പിടിച്ചേക്കാം. ആദ്യത്തെ ഫുഡ് അങ്ങോട്ട് പിടിച്ചേക്കാം. ഓക്കെ, ഫസ്റ്റ് ഫുഡ് പിടിച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പ്ലേസ് ചെയ്തേക്കാം. ഈ ഒരു ഡേറ്റ് എടുക്കുക, അതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫുഡ്. ഓക്കെ, ഇടക്കോയെ നിന്നൊക്കെ ഞാൻ പിന്നെ കണ്ടോളാം. സോ നമുക്ക് ഇത്തിരി വുഡ് ആവശ്യമുണ്ട്. സോ നമുക്ക് ഈ വുഡ് എടുത്തേക്കാം. ഓക്ക് വുഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ഇത്തിരി റയറാണ് ഗൈസ്. കാരണം ഇവിടെ ജംഗിളായിക്കൊണ്ട് ഓക്ക് ഇത്തിരി റയറായിക്കൊണ്ട് ഓക്കിൻ്റെ സാപ്ലിങ് നമുക്ക് ഇപ്പം തന്നെ എടുത്തേക്കാം. സോ വുഡൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി സാപ്ലിങ് പൊട്ടിച്ചിട്ട് അങ്ങനെ സാപ്ലിങ് ഒരു 2 അല്ലെങ്കിൽ വേണ്ട, ഒരെണ്ണം കിട്ടിയാൽ മതി. ഒരെണ്ണം കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഒരെണ്ണം എന്തായാലും സെറ്റ് ചെയ്യണ്ട. ഒരെണ്ണം കൂടി കിട്ടുമോ? ഇല്ലടാ, ഒരെണ്ണം മാത്രം കിട്ടുള്ളൂ. ഇനി ഇവിടെ വീണ് കിടക്കണ്ടോ? എടുത്തേക്കാം. ഓക്കെ, ആടാ പാണ്ട സ്പോണേടാ. ആടാ ഇന്ദ്രിക്ക് വിട്ടട പാണ്ടരെ കാണാൻ. ഒയ്യോ, ഇവനെ ഇവിടുന്ന് എടുത്തോണ്ട് പോവാണെങ്കിൽ ഇത് ഇവന്റെ ഏരിയ തന്നെയാ. സോ ഇവനെ ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ടില്ല കാര്യമില്ല. ഇവന് ഇവിടെ നിൽക്കട്ടെ. ഇവനെന്തെങ്കിലും കൊടുക്കണം. ഇവനെന്തെങ്കിലും കൊടുക്കണം. ഇന്ദ്രിക്ക് വിട്ടടാരെ കാണാം. നമുക്ക് ഇത്തിരി പോയിട്ട് ഇത്തിരി വള്ളികളൊക്കെ വലിച്ചിട്ടുണ്ടോ? അപ്പൊ ഗൈസ് കുക്കുംബർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കുംബർ കൊണ്ട് നമുക്ക് നമ്മുടെ പാണ്ടയ്ക്ക് കൊടുത്തേക്കാം. അല്ലെങ്കിൽ അവൻ കൊടുത്തേക്കാം ഗൈസ്, പാണ്ടയ്ക്ക് അവൻ കൊടുത്തേക്കാം. ഇത് കഴിക്കണോക്ക്. അയ്യോടോ, ഇവനെ കൊണ്ടുപോകണ്ട. ഇവന് പറ്റും നല്ലൊരു പേരും കൊണ്ടിട്ട് ഗൈസ്. എന്തൊക്കെ കുട്ടികളെ കാണാൻ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരണം ഗൈസ്. തൽക്കാലത്തേക്ക് ആ പാണ്ടക്കുട്ടനെ അവിടെ അവന് നല്ലൊരു പേര് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ചാപ്റ്റർ എടുത്തേക്കാം. നമുക്ക് നല്ലൊരു ഏരിയയും കൂടി കണ്ടുപിടിക്കണം ഗൈസ്. എന്നിട്ടാ നേരത്തെ നമ്മള് കണ്ട കോഴിയിലടാ, അതിനായിട്ട് സെറ്റ് കേസ്. അവന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനം എന്തായാലും. നമുക്ക് അവിടെ എന്താ കാണ്ടല്ലോ? പടവലിങ്ങ എടുക്കണം കേസ്. നമുക്ക് ഈ പടവലിങ്ങ എടുത്തേക്കാം കേസ്. ഈ പടവലിങ്ങ നമുക്ക് ചിലപ്പോ കുറച്ചും ആവശ്യം വരും. അപ്പൊ എന്തായാലും പടവലിങ്ങ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ഉള്ള ഇത്തിരി പടവലിങ്ങ എടുത്തേക്കാം. ബാക്കിയുള്ള അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ആവശ്യത്തിനുള്ള നമ്മൾ എടുത്തിട്ടുണ്ട് കേസ്. ബാക്കിയുള്ള അവിടെ ഇരിക്കട്ടെ. നമുക്ക് എടുക്കാല്ലേ, നമ്മുടെ ഏരിയ അല്ലേ, നമ്മുടെ ഏരിയ തന്നെയാണ് കേസ്. നമുക്ക് എപ്പോഴേ എടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ ഷീപ്പ് കൂട്ടന്മാരും കണ്ടുപിടിക്കണം. ഇതിനിടയ്ക്ക് ഫുഡ് അതേടാ മുന്തിരി. നമുക്ക് ഫുഡ് കഴിച്ചാൽ നമുക്ക് ഫ്രീ ഫുഡാണ് മുന്തിരി. കാരണം അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്കൊരു 21 മുന്തിരി കിട്ടുന്നുണ്ട്. ലാഭം കൊടും ലാഭം. നമുക്ക് എന്താ അണ്ണാങ്കുഞ്ഞ അല്ല, അണ്ണാങ്കുഞ്ഞല്ല, പട്ടിക്കുഞ്ഞ. അയ്യോ ക്യൂട്ടായിട്ടുണ്ടാ. ഇത് മറ്റേ പുതിയ അപ്ഡേറ്റ് കേസ്. ഇങ്ങനെ അതെ, നമ്മുടെ പഴയ പട്ടീൻ്റെ ഇവനെ നമുക്ക് എടുക്കാം. ബോണുണ്ടെങ്കിൽ നമുക്ക് അവന് ടൈം ആക്കിയായിരുന്നു. പക്ഷെ നമ്മളൊരു ബോണില്ല. പിന്നെ ഇവിടെ വന്ന് എടുക്കാം അവനെ. നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം കേസ്. ഇപ്പൊ വീണ നല്ലൊരു ഏരിയ കണ്ടുപിടിക്കണം നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ വീട് വയ്ക്കാൻ നല്ല ഉയർന്ന ഒരു ഏരിയ നല്ല ലുക്ക് ഉണ്ടാവും. A²+B². ഈ ഏരിയ തന്നെയാണ് കേസ്. നമ്മുടെ ഈ ഏരിയയിലത്തെ ഒരു ഉയർന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അതെ, അപ്പൊ ഇവിടെ നമുക്ക് വീട് വയ്ക്കാം കേസ്. ഈ ഡേട്ടൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളവിടെ ഒരു പ്ലെയിൻ ഏരിയക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ള വുഡൊക്കെ ഒന്ന് എടുത്തേക്കാം, പ്ലാങ്ക്സ് ആക്കാം. ഇനി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് ഒരു ഷോഡ് ഉണ്ടാക്കിയേക്കാം. അരിവാട് എടുത്ത് ഞക്കതിനെ ചീറിപ്പോവാൻ ഞാൻ തട്ടും. അവന്റെ തന്നെ ഇത്തിരി ഫുഡ് അടിക്കാൻ ഗൈസ്. പാവം പശയെ കൊണ്ട് ഞാൻ എപ്പോഴത്തേക്ക് ഇട്ടിരുന്നു. കുറച്ച് മുന്നേ ഞാൻ തട്ടിക്കോളാം. നമുക്ക് ഇത്തിരി മുന്തിരി വെച്ചേക്കാം. മുന്തിരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അമ്മണി കുട്ടീനെ തട്ടാം. അമ്മണി കുട്ടി നിൽക്കടെ. അമ്മണി കുട്ടി നമ്മൾ തട്ടിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഷീപ്പിനാടെ രാത്രിയെ പണിയിട്ടു. ഇവിടെ ഒരു കേവുണ്ട്. അവിടെ ഒരു സ്കേൽട്ടനുണ്ട്. അതിന് മണ്ണയ്ക്ക് പോയാൽ നമുക്ക് കുണ്ടിക്കിട്ടടി കിട്ടും. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടേക്കാം. ഈ ഏരിയയിലെടുത്തില്ലോ എന്റെ പൊന്നോ. ഇപ്പൊ അതിൻ്റെ ഉള്ള കയറി ചാടി അങ്ങോട്ട് കൊടുത്താനെ. ആവശ്യത്തിന് നോക്കുമ്പോ ഒരു ഷീപ്പ് പോയിട്ടൊരു പന്നിക്കുട്ടീനെ പോലും കാണില്ലല്ലോ. പന്നിക്കുട്ടീനെ ഷീപ്പിനാണ് വേണ്ട. ഒന്നിനും കാണില്ലടാ. ഈച്ച ഒരു കാണില്ല. ഒരു ഷീപ്പല്ല, ഒരു 3 ഷീപ്പിനായിട്ടാണെങ്കിൽ സന്തോഷം തരും. രാത്രിയാ മറ്റേ അണ്ണന്മാരിറങ്ങും. അണ്ണന്മാരിറങ്ങിയ പിന്നെ ഇവിടെ അക്കിളിക്കിളി തീക്കിളിയായിരിക്കും. 2 വിറ്റ് പോലും ഉണ്ടാവാൻ പറ്റില്ല. ഓക്കെ, പന്നീനെ കിട്ടിയിട്ട് ഷീപ്പിനാണ്. നീ ഇവിടെ ഒരു 2 ഷീപ്പിനാണ് മുത്തേ. ആ വഴിയാ, അവന് ആ വഴി ഉണ്ടെന്നാണ് കേസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വഴി പോയി നോക്കാം. അവിടെ കയ്യിൽ നിന്നെ തട്ടാ. ഇവിടെ ഏരിയയില് ഇൻട്രാ
അവനോട് പറഞ്ഞ ഭയങ്കര അവനോട് താങ്ക് യു പറയാം ഗൈസ്. നമുക്ക് ഈ ഷീപ്പിന് കുറച്ച് ഒരെണ്ണം ഉള്ളു, ഉള്ളത് കൊണ്ട് ഓണം പോലെയാണല്ലോ. ആ എൻ്റർമോൻ കുട്ടു അവന്റെ മോത്തി വെക്കണ്ട, പിന്നെ നമ്മളെ ഒന്ന് കടിക്കാൻ വരും. അതുകൊണ്ട് നമ്മള് ഞാൻ പണ്ടേ ഫേമസ് ആയിക്കൊണ്ട് എല്ലാവരും എന്റെ പിന്നാലെ ആയതുകൊണ്ട് ഞാൻ നോക്കണല്ലേ. ഇവിടെ കൂടെ വലിഞ്ഞേറല്ല ഞാൻ കില്ലാടി ഹത്തിയിട്ട്. ഇനി നമുക്കിവിടെ എന്തിട്ടിപ്പോ ഒരു ഷീപ്പിനെ കിട്ടണ ഞാൻ കാണിച്ചത് ഗൈസ്. ഇവിടെ ഇത്തിരി പൈനാപ്പിൾ ഉണ്ട് ഗൈസ്. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഈ പൈനാപ്പിളും കൂടി ഇത്തിരി പൊട്ടിച്ചേക്കാം. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇതുവരെ ഒരു ഷീപ്പിനെ കൂടി കണ്ടില്ല കേട്ടാ. പൈനാപ്പിളും മറ്റേ മുരിങ്ങാക്കോലും കിട്ടുന്നതല്ലാണ്ട് ഒരു ഷീപ്പിനെ പോലും കാണാനില്ല. ഇവിടെ ആണെങ്കിൽ ചന്ദ്രന്റെ അടിക്ക് പോകുന്നുണ്ട് ഗൈസ്. ഇനി സൂര്യൻ പൊങ്ങി വരും. ഇനി അണ്ണന്മാരൊക്കെ ഇറങ്ങി വരുന്ന സമയമാണ്. ഇനി 1v1 ഒന്നല്ല ഗൈസ്, ഇനി മാസ്മരിക പോരാട്ടമാണ് സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. നിങ്ങളൊരു പോപ്കോൺ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോ. എന്നിട്ട് ഞാൻ ചാവും, അല്ലെങ്കിൽ സോംബി ചാവും, അല്ലെങ്കിൽ അവന്മാർ ചാവും. അതിലൊക്കെ എന്തായാലും ചാവും എന്നുള്ള ഒരു കാര്യത്തിൽ ഉറപ്പാണ്. അടിയിലുണ്ട് കൂട്ടിരുത്തണ്ടിട്ടുണ്ട്, അവന്മാരെ കാര്യം നോക്കണ്ട. നമുക്ക് വേറെ അയ്യോ ദേടാ നമ്മളെ കണ്ടാ ഓടിക്കോടാ, കണ്ടം പിടിച്ചോ. എന്റെ ഇല്ലാത്ത പുതിയൊരു കാര്യം തോണ്ട് കേസ്. എടാ ഈ മറ്റേ സ്പൈഡേഴ്സിനെ കൊല്ലാണെങ്കിൽ നമുക്ക് വൂളിന്റെ സ്ട്രിങ് കിട്ടും. സ്ട്രിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വൂൾ ഉണ്ടാക്കാലോ. അയ്യോ ഒരടീന് തിരിഞ്ഞൊക്കെ അയ്യോ ഓടിച്ചാണ് ബേബി സോമിയുണ്ട്. അതെ എനിക്ക് തോന്നി ഈ കുരിപ്പടാ, ഈ കള്ളക്കുരിപ്പ്. അയ്യോ ഇത് അടുത്തവന്മാര് എന്താ ഇവിടെ വലിയ ബിരിയാണി വെക്കണവരൊക്കെ കൂടി വരുന്നു. ഇത് എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടട്ടാ. നമുക്ക് ഈ വഴി ഒന്ന് കേറി നിൽക്കാം. ഊമാരൊക്കെ പോണവരെ വെയിറ്റ് ചെയ്യണം. അത് ചാടി കയറി ആ വെള്ളത്തിലുള്ള സ്പൈഡറിന് പോയി തല്ലണം. എന്നെ പോലെ എത്ര ഇടത്തുള്ള ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല. സോ നമുക്ക് എന്തായാലും ചാടാൻ ഞാൻ തീരുമാനിച്ചു. അയ്യോ തെറ്റി ചാടി. അയ്യോ പട്ടി തുമ്പി കുഞ്ഞിൻട്രവേക്ക് ചാടിക്കോ, വെള്ളം ആനീതിക്കോ. ഓക്കെ ഇനി ഞാനും 1v1. അയ്യോ കുരിപ്പ് കെട്ടിട്ട് അതിനെ നോക്കണ്ട, നീന്താറില്ല പൊട്ടനാൻ്റെ പോലെ. അല്ല തോന്നില്ല, തീർക്കടാ ഇതിന് ഇതിനൊക്കെ അടികൊള്ളു. എനിക്കാണ് അടികൊള്ളു വരാത്. അടിക്ക് കൊല്ലി അടി കാട്ടൊന്നും ഡ്രോപ്പ് ചെയ്യലടാ. അയ്യോ ദേടാ അടുത്ത മരിക്ക് സ്ക്രീനെ തറയി പേടിച്ചിട്ടാണേ. മാവിനോട് എന്തോ അല്ല മക്കളെ, ഓടിക്കോ. ഇനി രാവിലെ വേണം വരും ഇവിടെ കിടന്ന് ഓടേണ്ടി വരും. അവനും കൂടി തട്ടി അത്യാവശ്യം നമുക്ക് ഇത് ഇവനെങ്കിലും തന്നാൽ മതി. കണ്ട് അയ്യോ അവിടെ ഞാൻ അങ്ങോട്ട് ഓടിക്കേറി പോണ്. അടിക്ക് കൊണ്ട് ഓക്കെ ഇവനിപ്പോ ഓക്കെ. അയ്യോ ക്രീപ്പർ നിന്നെ വിളിച്ചില്ല, പൊട്ടി ഹെൽത്തിലെ ചത്ത ചാടി കേറി നോക്ക്. ഓക്കെ വാങ്ങിട്ട് പമ്പിനൊക്കെ വെച്ച് കേറിക്കോ. ഒയ്യോ പൊട്ടടിക്ക് എന്ത് പൊട്ടണതേ. ഇതോ കേറാൻ പറ്റല്ല പേടിച്ചിട്ട്. അയ്യോ സോമടിച്ച് ചത്തി ഓ മരത്തിനെ വിളിക്ക് ചാടി രക്ഷപ്പെടും. ചെടുക്കും ഒര ഹോർട്ട് ഇപ്പത്തെ ഒരു എന്തെങ്കിലും പറ്റി പപ്പടം. നമ്മുടെ ഫസ്റ്റത്തെ ഡെത്ത് എന്തായാലും അവിടെ സംഭവിച്ചിട്ടുണ്ട്. അയ്യോ അവസാനത്തെ രാവിലെ ആയിട്ട് കേസ് നമ്മുടെ ലൂട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ പഴയ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോഴെങ്കിൽ മരം രക്ഷ കിട്ടി. ഇനിയാണ് നമുക്ക് പരിപാടികൾ. ഇത്ര നേരം നിങ്ങൾ ഹാമ്പിൾ വെടിക്കിട്ടുണ്ട്, ഇനിയാണ് ശരിക്കത്തെ വെടിക്കിട്ട്. ഇനി നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് വോള് കണ്ടുപിടിക്കണം. അതാണ് ഇനി പരിപാടി. ഓക്കെ ഇവനെയും കൂടി തട്ടിയാൽ ഓക്കെ. ഇപ്പോൾ ഫുള്ള് 3 വോള് ഇട്ടുണ്ട് സെറ്റ്. നമുക്ക് ഇത്തിരി സീഡ് തുടങ്ങി. ഇവിടെ കുറെ നമ്മുടെ സുധിയാണ് എൻ്റെ മീനുകുട്ടിയൊക്കെ പറഞ്ഞോണ്ടായിരുന്നു. പിന്നെ ഈ സീരീസ് ഇൻസ്പയർഡ് ബൈ സുധി കേട്ടാ. ഞാനും കമന്റിൽ കോപ്പി സുധി ഒന്നും പറയണ്ട. ഓക്കെ അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഒരു തത്ത പറക്കണ്ടായിരുന്നു നമ്മുടെ മീനുക്കുട്ടി. അതെ ഒരു തല കണ്ടത് മീനുക്കുട്ടിയുടെ. അതെ മീനുക്കുട്ടി ഒരെണ്ണത്തില് മീനുക്കുട്ടി തോളില്ല. മീനുക്കുട്ടി കിട്ടി. മീൻകുട്ടി സുഖല്ലേ വാട്സാപ്പ്. ഓക്കെ ഒറ്റ പറന്നോണ്ടിരിക്കുന്ന സിമ്പിളി മീനുകുട്ടി. ഓക്കെ സോ നമുക്ക് അവളെ കൊണ്ട് വെച്ചേക്കാം. അപ്പൊ എന്തായാലും മീനുക്കുട്ടീനെ അവള് എടുത്തിട്ടുണ്ട്, അവള് ഹാപ്പിയാണ്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഇത്തിരി വുഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടായും ഗൈസ്. വുഡ് കുറവാ, കുഴപ്പമില്ല. എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും? 2 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല സെറ്റ്. ഇനി പക്ഷെ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാനില്ല തൽക്കാലത്ത്. ഓക്കെ നമ്മുടെ ഉള്ള ലൂട്ടൊക്കെ വെള്ളെടുത്ത് ചേക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത്തിരി സ്റ്റോൺ ടൂൾസ് വേണം. നമുക്ക് എന്തായാലും നമ്മുടെ വീട് വെക്കണതിൻ്റെ അടിയിൽ തന്നെ കുഴിച്ചു പോകാം ഗൈസ്. ഇവിടെ നമുക്ക് സ്പേറ്റ് സാരി ഉണ്ടാക്കാമല്ലോ. ഞാൻ ഇത്തിരി സ്റ്റോൺ എന്തായാലും കുഴിക്കട്ടെ.
സോ എന്തായാലും നമ്മൾ ഇവിടെ വലിയൊരു ബക്കറ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മേളിൽ കയറിയേക്കാം. നമുക്ക് അത്യാവശ്യം ഇത്ര 46 കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പിക്കാക്സ് ആയാലും പൊട്ടി കേസ്. ഇനി നമുക്ക് എന്തായാലും സ്റ്റോൺ ടൂൾസിലേക്ക് ആവാം. സോ എന്തായാലും നമ്മുടെ ഫുള്ള് സ്റ്റോൺ ടൂൾസ് ആയിട്ട് കേസ്. ഇനി നമുക്ക് ആരും വേണമെങ്കിൽ തട്ടിക്കൊല്ലാം. മീനുകുട്ടിയെ കൊല്ലണ്ട, മീനുകുട്ടിയെ തൽക്കാശി പോലണ്ട, വെറുതെ പറഞ്ഞ അതിനൊന്നും കൊല്ലില്ല. പേടിക്കുന്ന മീനുകുട്ടി നമുക്ക് ഇവിടെ വലിയ പോണേനൊക്കെ കൊല്ലാം കേസ്. ഫുഡ് അതെ ഇവിടെ ചക്ക ഇരിക്കുന്നുണ്ട് കേസ്. സോ ഈ തൽക്കാലത്തിൽ നമുക്ക് ഈ ചക്ക എടുത്തേക്കാം. ഈ ചക്കൊക്കെ നമുക്ക് ഫ്രീ ഫുഡ് ഉണ്ട് കേസ്. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ചക്ക കുറെ കിട്ടും. സോ ചക്കയും കൂടി നമുക്ക് ഫുഡ് എടുത്തേക്കാം. അവിടെ ഇവിടെ കുറെ ഏരിയാസ് ഉണ്ട് കേസ്. നമുക്ക് കട അവിടെ ബിൽഡൊക്കെ നിങ്ങളുടെ ഏരിയ എൻ്റെ ഏരിയ കൂടെ ഞാൻ സെറ്റാക്കാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീട് നമ്മൾ എന്തായാലും ഇവിടെ നിർത്തി കേസ്. അത്യാവശ്യം നമുക്ക് പ്രോഗ്രസ് ആയി. ഇനിയുള്ള നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഇപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ആയി. അപ്പം എനിക്കുട്ടി ബൈ ബൈ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.